എന്താടോ എന്റെ പഠിക്കലൊരു ചിരിയും കളിയും? ഓ എന്റെ അടുത്ത് വേണ്ട. ഇരിയാത്ത കഷായം എന്താ വേണോ? ഞങ്ങൾക്ക് എന്താണ് കൊറേശ്ശെ ദേ രാവിലെ എന്നെ കൊണ്ട് പുളിച്ച വർത്താനം പറയിക്കല്ലേ. കിട്ടണൊരു ഭാഗ്യവന്മാര് അവസാനം വല്ല കാക്കയ്ക്കും പരുന്തിനും കൊണ്ടേ കൊടുക്കാതാ മതി. നായിട്ട് തിന്നൂല, പയ്യനിട്ട് തിറ്റൂല. വേണ 50 ഉറുപ്യ മുളകിട്ടൊരു പിടുത്തായിട്ട് പിടിച്ചോണ്ടല്ലോ. വേണ്ട, അതിന് വേണൊരു ഭാഗ്യം. എന്തിനാ ചൈലി പാവം പക്ഷികളെ വെടിവെച്ചൊല്ലണേ? തിന്നാൻ. അയ്യേ, പക്ഷികളെ തിന്നേ? ആ, ഈ രാക്ഷസന്മാരെ കഥ കേട്ടില്ല അച്ഛന്റെ മോള്? മനുഷ്യന്മാരിലുണ്ട് രാക്ഷസന്മാര്. അയാള് രാക്ഷസനാ? ആ, വാ. എന്താ ചക്കിക്കുട്ടിയത്? കുട്ടി പേടിച്ചു പോയല്ലോ. കേക്കില്ലേ? പതുക്കെ പതുക്കെ. എവിടെ എന്റെ മോളുടെ കാത് കുത്തിയത്? ഹായ്, ഇനി നല്ലൊരു പച്ചക്കല്ല് വെച്ച കമ്മലും കൂടി ഇടുമ്പോ എന്റെ കുട്ടിയൊരു സുന്ദരി കുട്ടിയാവും. കമല് മേടിച്ചു വെച്ചിട്ടുണ്ട് അച്ഛൻ. ഓ വാങ്ങി വെച്ചിട്ട് 2-3 കൊല്ലായി. മീനുക്കുട്ടിയെ, മോളെ ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണട്ടോ. ആ കാത് കുത്തിയതാ, ചിലപ്പോ പനിക്കും. ചേച്ചി, ആ തോക്കം പിടിച്ചപ്പോണ ആളല്ലേ? അയാൾ രാക്ഷസനാ. ആരാ പറഞ്ഞതിനോടി നോണയൊക്കെ? നോണല്ല, അച്ഛൻ പറഞ്ഞതാ. മിനിയേ, എവിടെയാണ് എന്റെ ചെരുപ്പ്? ഒരു സാധനം വെച്ച കാണില്ല. ആ അമ്മ ഇപ്പൊ എങ്ങടാ തുള്ളിച്ചാടി? എങ്ങടാന്നോ? പണിക്ക്. ഇത്ര കഴിഞ്ഞിട്ട് പോയാ മതി. അവര് പോയിട്ടില്ല. ആര്? ശ്രീകുട്ടിയുടെ അമ്മായി. ഓ ഓ ഓ പഴിപ്പിക്കാൻ മൂപ്പ് പോരാ, കറിപ്പാക. ഒരെണ്ണം കൂടി വെട്ടിക്കോ, അല്ലെങ്കിൽ അടുത്തവണ വരുമ്പോഴേക്കും കരക്കാരും ഉണ്ടായി തിന്നും. ആര്? മണിയേട്ടനാ? ഒരു തേങ്ങയുടെ ചിരട്ട ചോദിച്ചാൽ തരാത്ത ആളാ, എന്നിട്ടല്ലേ കൊല. അതെ, ചോദിക്കേണ്ടവര് ചോദിക്കണം. ചന്തിയും കുടവാട്ടി ചിലര് ചിരിച്ചു കാട്ടിയാലേ ചങ്ക് പറിച്ചു കൊടുക്കും. ആ സരോജിനിയുടെ കാര്യ പറയണേ. ആരും ഇവിടെ സരോജിനിയാ? ഏയ്, അവൾ അത്ര കാര്യമൊന്നല്ല. അയ്യപ്പ, എനിക്കറിയണ പോലെ നിനക്കറിയില്ലല്ലോ. ദേ ഇത്രയുള്ളപ്പോ മുതൽ എനിക്കറിയാം. മൂക്കട്ടെ ഒലിപ്പിച്ച് നടക്കുന്ന പ്രായത്തിൽ തന്നെ അവളുടെ വാലുമേ തൂങ്ങിയാലേ എന്റെ അനിയന് സുഖമുള്ളൂ. അച്ഛനുള്ള കാലത്ത് വൈകുന്നേരം ഒരു മിഠായിയോ ഒരു ഉണ്ണിയപ്പോ കൊണ്ടുവന്നാ അത് തിന്നാതെ എടുത്തു വയ്ക്കും അവൾക്ക് കൊടുക്കാൻ. എന്നിട്ടോ ഞങ്ങളോട് ഗുസ്തി. അവസാനം തലയെ കുടുങ്ങാണ്ട് രക്ഷപ്പെട്ടതേ അച്ഛന്റെ അടിയുടെ ചൂടുണ്ടാ. എന്നിട്ട് അച്ഛൻ തന്നെ രാമൻപിള്ളനെ വിളിപ്പിച്ച് കാശും കൊടുത്ത് 16 വയസ്സിൽ കല്യാണവും കഴിപ്പിച്ചു. എന്നിട്ടോ 3 മാസം തികച്ചു പൊറപ്പിച്ചു അയാളെ. അത് അവനൊരു വെടംകുരങ്ങായിരുന്നേ. എടാ, അവക്ക് പല സേവകളുണ്ട്. സർപ്പം, നാഗേക്ഷി, ഗുളിയൻ. കണ്ടിട്ടില്ലേ അവളുടെ വീട്ടിനുമർത്ത് പാലച്ചോട്ടിൽ വെച്ചിരിക്കണത്? മണിയുടെ ഭാര്യ വിഷം തൊട്ടല്ലേ മരിച്ചത്? എങ്ങനെയാ? അത് വെള്ളം കോരിപ്പോ ബക്കറ്റിലും തരുന്നല്ലേ? അത് ഇവളുടെ പ്രാർത്ഥനയാ. തല തല്ലി കരഞ്ഞ് പ്രാർത്ഥിച്ചതാ. ഇപ്പൊ പിന്നെയും കീരിയെ വളഞ്ഞേക്കണ പോലെ വളഞ്ഞേക്ക. ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നു നീ കണ്ടോ? ക്ലീൻ ചെയ്യേണ്ടി വരും. എത്ര റുപ്യാവും? ഒരു 55 റുപ്യ. വേണ്ട, ഇങ്ങോട്ട് തന്നേക്ക്. ക്ലീൻ ചെയ്ത് ശരിയാവും. വേണ്ടെന്നേ, 4-5 മാസം മുമ്പ് ഒരു 55 രൂപ തന്നതാ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതിലും ഭേദം ഒരു പുതിയ വാച്ച് വാങ്ങുക. ഒരു 500 റുപ്യ കൊടുത്താൽ നല്ല ക്വാർട്സ് കിട്ടും. പുതിയ വാച്ചൊക്കെ എന്തിനു കൊള്ളാം? ലാസ്റ്റ് ചെയ്യില്ല. 1 കൊല്ലം, കൂടിയ 2, പിന്നെ ചുണ്ണാമ്പിട്ട് വെക്കാം. എന്നാലും ഇങ്ങനെ നന്നാക്കി കാശ് കളയണ്ടല്ലോ. ടൈമും കറക്റ്റ്.
ബാലടാ ഇങ്ങനെ പോയാൽ എങ്ങനെയാ? എന്തേ? പണിയില്ലെന്നേ. ഇപ്പൊ എല്ലാവർക്കും കോട്സ്. അതിങ്ങനെ കണ്ണുപൊട്ടണ തരത്തിൽ ഇറങ്ങിയില്ലേ ഡെയിലി. കാലം പോയ പോക്ക്. വേറെ പണി അറിയില്ല. ഒരു വഴിയുണ്ട്. എന്താ? ഇത് തന്നെ. നിങ്ങൾക്ക് പിടി മത്സരിരുന്നാ മതി. കെട്ടിയുള്ള മക്കളും പണിയെടുത്ത് കൊണ്ട് തരും. എനിക്കോ? ഞാൻ ഒറ്റയാ. ഒരു പെൺകുട്ടിയെ വളർന്നു വരണേ. എനിക്കോ 3 പെൺകുട്ടികള്. എടാ പണിയില്ല എന്ന് ചാകാൻ പറ്റുമോ? പണിയെടുക്കാൻ മടിയുള്ള ആളൊന്നുമല്ല. നാട്ടുകാർക്ക് ഇപ്പൊ ഓട്ടുപാത്രം വേണ്ട, ഓട്ടുരുളി വേണ്ട, ഓട്ടുവിളക്ക് വേണ്ട. വടക്കുന്ന് കമ്പനി ചരക്കുകൾ ചവറ് പോലെയാ. പുരോഗമനമല്ലേ? ഇപ്പൊ മൂശാരി ഒരു ഓട്ടപാത്രം. ആ ശാരദ വന്നിട്ട് പോയില്ലേ? ഡാ ആ അടുക്കള വാതിലിന്റെ സാക്ഷി ഒന്ന് മാറ്റണം കേട്ടോ. ഒന്ന് ആഞ്ഞു തള്ളിയാ തുറക്കാം. ഞാനൊരു 3 കായക്കൊല വെട്ടിട്ടുണ്ട് കേട്ടാ. 3 ഒരെണ്ണം മതി എന്നല്ലേ പറഞ്ഞത്? നല്ല വില കിട്ടണ കായ. എന്നിട്ട് എവിടെ? അയ്യപ്പൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ നിൽക്കുക. പിന്നെ ഇതൊക്കെ നെന്മാറെ കിട്ടുന്ന സാധനങ്ങളല്ലല്ലോ. അതിന് നിനക്ക് ചെയ്തൊന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ആലോചിക്കണമെങ്കിൽ നീ വീട്ടിലേക്ക് വരെ ഒരു കത്തിടേ ചെയ്യാം. ഏത് കാര്യം? അത് മറന്നോ? എടാ കുന്നംകുളത്തെ ആ കുട്ടിയുടെ കാര്യം. എന്റെ ബാലകൃഷ്ണ, നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. കണ്ട പുള്ളോത്തി പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കാണ്ട് മാനം മര്യാദയ്ക്ക് ഒരു കുടുംബമായിട്ട് കഴിയാൻ പറ. അതിന് നിനക്ക് വീടി വലിക്കാൻ തന്നെ നേരമില്ലല്ലോ. ഞാൻ പോട്ടെ. സമയം എന്തായി? ഇതെല്ലാം ചത്തിരിക്കുകയാണല്ലോ. 12 ആവണം. അയ്യോ 12:15 വണ്ടിയുണ്ട്. പണി ശാരദ പറഞ്ഞോണ്ട് പറയാ, ഒരിക്കൽ ഒരു തെറ്റ് പറ്റി. ഇനി അവക്കൊരാശ കൊടുക്കരുത്. കൊടുത്താൽ അത് നടക്കണം. സരോജിനി, എടി സരോജിനിയേ, എടി എന്താടി ഇത്? നീ ഈ ലോകത്തൊന്നും അല്ലേ? ഹേയ്, ഞാൻ ചില കാര്യങ്ങൾ ആലോചിച്ച്. ഇങ്ങനെ ആലോചിച്ച് തീരും നിന്റെ ജീവിതം. വൃത്തികേടാ പറഞ്ഞെന്നറിയോ? നിനക്ക് മാഷോട് പറയായിരുന്നില്ലേ? എനിക്ക് പേടിയാ, അതൊരസത്താ. ചേട്ടാ നാളെ കാണാം. മിനി ചേച്ചി നാളെ വരുമ്പോ പുളിയുണ്ടാവണം. ആ കൊണ്ടുവരാം. മിനി ചേച്ചി രാക്ഷസനെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ എവിടെയാ രാക്ഷസൻ? രാക്ഷസന്മാരൊക്കെ പണ്ടാ. അപ്പന്റെ അച്ഛൻ പറഞ്ഞതോ? ഓ അതോ, അത് കുട്ടിയെ പറ്റിക്കാൻ. അല്ല സത്യ, രാക്ഷസന്മാരല്ലേ പക്ഷികളെയും മനുഷ്യരെയൊക്കെ കൊന്നു തിന്നത്. അപ്പൊ അയാളും രാക്ഷസനാ. ആ ഒരു കണക്കിന് അയാൾ രാക്ഷസൻ തന്നെയാ. അയാള് നമ്മളെയും കൊന്നു തിന്നോ? തിന്നുമായിരിക്കും. ഞാനെന്തിനാ എന്റെ മക്കളെ പഠിപ്പിച്ച? അതാ ഒരു തമാശക്ക് കുട്ടികളെടുത്താ തമാശ. ഞാൻ നിന്നോടാവാ.
നോക്കും കൊണ്ട് നമ്മളെ വെടിവെച്ച നമ്മൾ ചാവു വെച്ചാ മിഞ്ചേച്ചി പറഞ്ഞ ചാവുന്ന്. എന്തിനാടി എന്റെ മോളെ പറഞ്ഞു പഠിപ്പിക്കണേ? ഇനി അങ്ങനെയൊന്നും ഉണ്ടാവരുമെന്ന് അയാളോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ. അച്ഛന് പേടില്ലേ അയാളെ? ഇരുട്ടതിന് മുമ്പ് പോയിക്കോടി. കൂട്ടത്തിൽ അരപ്പ് കൂട്ടിട്ട് പോവാം. അരപ്പൊക്കെ ഞാൻ കൂട്ടിക്കോളാം, നീ പൊയ്ക്കോ. ഇടവഴി കൂടെ പോകാനുള്ളതാ. എനിക്ക് പേടിയൊന്നുമില്ല, ചെറിയനെ പോലെ. എനിക്കെന്താ പേടി? എനിക്കൊരു പേടിയില്ല. എനിക്കറിയാം, അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്ത്? എല്ലാം. എന്നോട് കൂറുള്ള നാത്തുമാരുണ്ടെങ്കിൽ എനിക്കുണ്ടായി തിരിച്ചായിന്റെ ഞാൻ ചെല്ലി അമ്മ നോക്കി നോക്കി കണ്ട്. ഇതെന്താ പകലും ടോർച്ചടിച്ചാ നടക്കണേ? വേണ്ട വേണ്ട. പൊയ്ക്കോ, ഞാൻ പതുക്കുള്ളൂ, നേരം തെറ്റണ്ട. എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതിനാ ഓടി വന്നത്. ശാരദടുത്ത് എന്തിനാ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കണേ? അതിനു മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? സ്നേഹിച്ചു, അങ്ങനെ ഒരു തെറ്റ് പറ്റി, എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തില്. എന്നുവെച്ചാൽ ആരുടെയും വഴി മുടക്കിയിട്ടില്ല. ഓ, അതൊന്നും കാര്യാക്കണ്ട. എല്ലാരോടും പറഞ്ഞോട്ടെ, എന്റെ മോളോട് ഇതൊക്കെ പറയണോ? അവൾ എന്നെ ചീത്ത. വല്ലപ്പോഴും ഇങ്ങനൊരു വാക്കും മിണ്ടൂന്നല്ലാണ്ട് മണിയേട്ടന്റെ വീട്ടിൽ പോലും ഞാൻ വരാറുണ്ടോ? എന്നിട്ട് ഞാൻ പിന്നെയും വട്ടം കറക്കാത്രേ. മണിയേട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടോ? ഏടത്തിന്റെ സ്വഭാവം അറിയാലോ. എന്നെ ഏടത്തിക്കും അറിയാലോ. കിട്ടാത്തത് കിട്ടുന്ന മോഹമില്ല, വിഷമമില്ല. ഞാനെന്തിനാ വിഷമിക്കണേ? ഈ ജീവിതം മുഴുവൻ ഓർത്തോർത്ത് കഴിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിൽ. ഈ ഇടവഴി കളിച്ചു നടന്നതും വളർന്നതും ഒരുമിച്ച് സ്കൂളിൽ പോയതും പിന്നെ കള്ളന്മാരെ പോലെ പതുങ്ങി നിന്ന് എന്നെ പിച്ച് മാന്തും. ഇപ്പോ ഇതുപോലെ ഇടയ്ക്കൊന്ന് കാണുക, കാണുമ്പോ ഒന്ന് ചിരിക്കുക, ഒരു വാക്ക് മിണ്ടുക, അത്രയൊക്കെ മതി എനിക്ക്. അല്ലാണ്ട് വിഷമിക്കൊന്നും വേണ്ട, സാരമില്ല. സരോജം, എനിക്കും അത്രയൊക്കെ മതി ഇനിയുള്ള കാലം. You